learning. It's me, Sri Bhama SB. ഹായ് മക്കളെ. അപ്പൊ ദാ ഈ ഒരു വർഷത്തില് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ചേഞ്ചുകളായിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു വർഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു, സിലബസ് വൈസ് മാറ്റങ്ങൾ വന്നു, ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് മാറി. അപ്പൊ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ബേസിക് സയൻസിൽ വന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. റെഡി ആണോ? സെറ്റ് ആണോ? അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? നമ്മൾ പെട്ടുപോവോ? ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തുവോ? ജാങ്കോ നീ പെട്ടോ, എന്താ പറയാ, ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു എന്ന് പറയുന്ന അവസ്ഥയാണോ നമുക്ക്? അതോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? എന്തെല്ലാമാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. സോ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിന്റെയാണ് മിസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എന്തെല്ലാം മാറ്റങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോ ബേസിക് സയൻസില് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ആദ്യത്തെ ചാപ്റ്റർ ആണ്. ആദ്യത്തെ ചാപ്റ്റർ ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ല ഒരു ജീവി എന്നാണ്. മുമ്പത്തെ വർഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കാരണം മുമ്പത്തെ വർഷത്തിന് ഉണ്ടായിരുന്ന ഫസ്റ്റ് ചാപ്റ്ററേ അല്ല ഇപ്രാവശ്യം ഉള്ളത്. പക്ഷേ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുറച്ച് കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ കുറച്ചൊക്കെ ബന്ധമുണ്ട്, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതാ നോക്കൂ. ഫുഡ് വെബ് എന്താണ്? ആഹാര ശൃംഖല ജാലം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. നമ്മൾ ഓരോരോ മനുഷ്യന്മാരും പരസ്പരം കണക്റ്റഡ് ആണ്. മനുഷ്യന്മാരെന്നല്ല, മൃഗങ്ങളും മനുഷ്യന്മാരൊക്കെ കണക്റ്റഡ് ആണ് അല്ലെ. ഇപ്പൊ പട്ടി, പൂച്ച, നമ്മുടെ ചുറ്റും നോക്കിയ ഒരുപാട് ജീവികളുണ്ട്. അവരെല്ലാം പരസ്പരം, ഓരോരോ ജീവികളും പരസ്പരം എന്താണ് കണ്ണിയായി ചേർന്ന് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഈ ഫുഡ് വെബ് ആഹാര ശൃംഖല ജാലത്തെ പറ്റി പറയുന്നത്. ഒന്ന് മറ്റൊന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ചാപ്റ്റർ വൈസ് പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളൊരു ഐഡിയ മാത്രം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞൊരു പുൽച്ചാടീനെ മിസ് കണ്ടു വിചാരിച്ചോ. ആ പുൽച്ചാടീനെ ആര് തിന്നും? ആ പുൽച്ചാടീനെ തവള തിന്നും. തവള തിന്നു കഴിഞ്ഞാൽ ആ തവളീനെ ആര് തിന്നും? പാമ്പ് തിന്നും. പാമ്പിനെ കീരി തിന്നും. അങ്ങനെ പോവുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സൈക്കിള് പോലെ ഈ ഫുഡ് വെബ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് മാത്രമല്ല അതിൽ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പഠിക്കുന്നുണ്ട്. ഇത് മുന്നത്തെ വർഷത്തിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനുണ്ട്. അപ്പൊ എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇലകൾ വെച്ചിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രകാശ സംശ്ലേഷണം പറയാ. ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരോ വീഡിയോസിലും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ പറയും കേട്ടോ. ചാപ്റ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. റെഡി? അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇത്തിൽ കണ്ണി കണ്ടിട്ടുണ്ടാവും, അതുപോലെ മൂടില്ല താളി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കും. അപ്പൊ എന്താണ് ആ സസ്യങ്ങളുടെ സ്പെഷ്യാലിറ്റി? എന്തുകൊണ്ടാണ് അതിനങ്ങനെ പേര്? ഈ ഇത്തിൽ കണ്ണി എപ്പോഴും നമ്മൾ പറയില്ലേ അത് കളയണം അല്ലെങ്കിൽ ആ മരം നാശമായി പോകുന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? എന്താണ് ഇത്തിൽ കണ്ണി അവിടെ ചെയ്യുന്നത്? എന്ത് ടൈപ്പ് പ്ലാന്റ് ആണ് അത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കും. അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. എന്താ രണ്ടാമത്തെ ചാപ്റ്റർ? വ്യാധികൾ പടരാതിരിക്കാൻ, അവേ ഫ്രം ഡിസീസസ് എന്ന ചാപ്റ്റർ ആണ് അടുത്തതുള്ളത്. നമുക്കറിയാം നമ്മൾ ഇന്ന് രോഗികളാണ് അല്ലേടാ. നമുക്ക് ഇന്നും അസുഖങ്ങൾ തന്നെയാണ്. ജലദോഷവും പനി തുമ്മലും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ എല്ലാവരും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ വയ്യായികളായിരിക്കും. അപ്പൊ അസുഖങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. സോ നമുക്ക് എന്താണ് ഡിസീസസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ഡിസീസസ് വരുത്തുന്നത്? ആരാണ് ഈ രോഗകാരികള്? എങ്ങനെയാണ് നമുക്ക് അസുഖം വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് രോഗകാരികൾ, പാത്തോജൻസ് ഏതെല്ലാമാണ്, എന്തൊക്കെ ടൈപ്പില് വരാറുണ്ട്, ഏതൊക്കെ വഴി വരാറുണ്ട്? ചിലപ്പോൾ നമ്മൾ പറയില്ലേ വെള്ളം വഴി പകരുന്ന രോഗമാണ്, ചിലര് പറയും ഭക്ഷണത്തിലൂടെ പകർന്നതാണ്, ചിലര് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മള് പരസ്പരം സംസാരിക്കുന്നതിലൂടെ വരുന്നതാണ് പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പില് നമുക്ക് എന്താണ് ഡിസീസസ് സ്പ്രെഡ് ആവാറുണ്ട്. സോ അതിന്റെ റീസൺസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഇതിലൂടെ പഠിക്കും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അതേപോലെ നമുക്കറിയാം മൃഗങ്ങളിലൂടെ പക്ഷികളിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ലേ ചിക്കൻ ഒന്നും കുറെ കാലം നമ്മൾ കഴിക്കരുത് എന്ന് പറയും. കാരണം എന്താ? പക്ഷിപ്പനി പേടിച്ചിട്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പക്ഷികളെ പരത്തുന്നതും എലി വരുത്തുന്നതും അതുപോലെ കുഞ്ഞു കൊതുക്, ഈച്ച വരുത്തുന്ന ഒരുപാട് ഡിസീസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങളുണ്ട്. അതിനെ പറ്റിയുള്ള കാര്യങ്ങളും എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാം എന്നുള്ളത് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് അറിയേണ്ടതായത് അസുഖങ്ങളെ പറ്റി അറിയണം, എന്തൊക്കെ അതിന്റെ റീസൺ എന്ന് അറിയണം, അതുപോലെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയണം. ഇതൊക്കെ നമുക്ക് എന്താ നമ്മുടെ പ്രാക്ടിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നോക്കിക്കോളൂടാ മക്കളെ, വാക്സിനേഷൻ നമ്മൾ കൊറോണ വന്ന
സമയത്ത് നമ്മൾ വേഗം പോയി എന്ത് ചെയ്തു, വാക്സിൻ എടുത്തു, നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് വാക്സിനേഷന്റെ സ്പെഷ്യാലിറ്റി, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിലൂടെ എന്റെ മക്കള് അടിപൊളിയായിട്ട് പഠിക്കും. റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ 2 ചാപ്റ്റർ നമ്മൾ സെറ്റ് ചെയ്തു. 3ാമത്തെ ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ, വാട്ടർ ആൻഡ് ലൈഫ്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പൊ നമുക്ക്. വെള്ളം ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് തുള്ളി പോലും നല്ലത് കുടിക്കാനില്ല. എന്തുകൊണ്ടാ അത് വരുന്നത്, എന്തൊക്കെയാ വെള്ളത്തിന്റെ സ്പെഷ്യാലിറ്റി, എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ വെള്ളം അല്ലേ, വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളം ഇല്ലാണ്ട് ഭക്ഷണം ഇല്ലാണ്ടെയും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്, നമുക്ക് പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം വെള്ളം വേണം, നിങ്ങളുടെ ഡെയിലി എത്ര കുടിക്കും, അത് അത്ര മതിയോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയണ്ടേ. ഒരു മനുഷ്യൻ, ശരാശരി മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവുണ്ട്, കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലൂടെ പഠിക്കാം. അതുപോലെ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എന്റർടൈൻമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചുമ്മാ പോയിട്ട് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഓരോന്നിട്ട് കളിക്കും അല്ലെ. മിസ്സൊക്കെ പോയിട്ടുണ്ട്, വെറുതെ കല്ലെടുത്തിടും, മണ്ണെടുത്തിടും, അതേപോലെ നമ്മുടെ പോലെ ആപ്പിളും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എടുത്തിടും. അപ്പൊ ചിലത് മുങ്ങിയും കിടക്കും, ചിലത് പൊങ്ങിയും കിടക്കും അല്ലെ. എല്ലാ സാധനങ്ങളും ഒരുപോലെ അല്ല ഇരിക്കുക നമ്മുടെ വെള്ളത്തില്, ചിലത് താഴും, ചിലത് മുകളിലോട്ട് പോവും. അപ്പൊ ഇതെല്ലാം വസ്തുക്കളാണ്. എന്തൊക്കെയാ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും. സിങ്ക് ആൻഡ് ഫ്ലോട്ട് എന്ന് പറയുന്ന കാര്യം. പിന്നെ വാട്ടറിന് ആകൃതി ഉണ്ടോ? അപ്പൊ ആ മിസ് ഇവിടെ വെച്ചുള്ളത് വെള്ളമല്ല, ഇത് ജസ്റ്റ് ഒരു ബോട്ടിലെ സാനിറ്റൈസർ ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇത് വെള്ളമായിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വെള്ളമുണ്ട്. ഇതേ വെള്ളം മിസ് വേറൊരു പാത്രത്തിൽ എടുത്ത് അതിന് അതേ ഷേപ്പ് ആയിരിക്കുമോ? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡൗട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരു സ്പെഷ്യൽ പേര് പറഞ്ഞ് നമ്മൾ വിളിക്കും. അപ്പൊ നമ്മളൊക്കെ മിസ്സിനെ നിങ്ങൾ SB മിസ് എന്ന് വിളിക്കുന്നില്ലേ, അതുപോലെ നമുക്ക് വെള്ളത്തിനെ വിളിക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്, യൂണിവേഴ്സൽ സോൾവെന്റ്സ് എന്ന് പറയും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂട്ടോ മക്കളെ. അപ്പൊ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി എന്തൊക്കെയാ പഠിക്കേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മുൻപത്തെ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, ബട്ട് ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്രാവശ്യത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഫസ്റ്റ് പാർട്ടില് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഓണപരീക്ഷ വരെ ഉള്ളതിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ മിസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ മാറ്റം വന്നു എന്ന്. അപ്പൊ ബേസിക് സയൻസിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് ഒരു 3 ചാപ്റ്ററിന്റെ ഐഡിയ കിട്ടിയില്ലേ. അപ്പൊ എന്താ ഇതിൽ നിന്ന് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് അറിഞ്ഞു വെക്കുക. ബാക്കി നമുക്ക് പോകെ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ 5ാം ക്ലാസ്സിലെ പൃഥ്വി ബാച്ച്, നമ്മുടെ ആപ്പില് പൃഥ്വി ബാച്ച് പറഞ്ഞിട്ട് ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പൊ ആപ്പിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് പുതിയ സിലബസും കാര്യങ്ങളായതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ, റെഡി ആക്കാൻ നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളിലും നമ്മുടെ ചാനലിലും ഉണ്ട്. മക്കളെ നോക്കിയിട്ട് മാക്സിമം ജോയിൻ ചെയ്യുക, അടിച്ചു പൊളിച്ചിരിക്കുക. സോ സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ സെറ്റ് അല്ലേ മക്കളെ? അടുത്ത വീഡിയോ കാണാം. ബൈ.